ചരിത്രത്തിൽ ആദ്യമായി പെട്രോൾ വിലയിൽ ഇന്ത്യ 100 കടന്നിരിക്കുകയാണ്. മധ്യപ്രദേശിന്റെ തലസ്ഥാന നഗരമായ ഭോപ്പാലാണ് മെയ് 12-ാം തീയതി ഇന്ത്യക്ക് വേണ്ടി കന്നി സെഞ്ചുറി നേടിയത്. തുടർന്ന് മെയ് 29-ന് ആദ്യ സെഞ്ചുറി നേടിയ മെട്രോ നഗരം എന്ന നേട്ടം മുംബൈ കരസ്ഥമാക്കി. ഇതിനോടകം കേരളം ഉൾപ്പെടെ 12ഓളം സംസ്ഥാനങ്ങളിൽ പെട്രോൾ വില 3 അക്കം കടന്നു. കൊറോണ എന്ന മഹാമാരിയുടെ വരവോടെ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില നേർപകുതിയോളം ഇടിഞ്ഞു. 2020 ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുമ്പ് ക്രൂഡ് ഓയിലിന്റെ വില ലിറ്ററിന് 29 രൂപയായിരുന്നു. പെട്രോളിന് നാം നൽകിയിരുന്ന വില 78 രൂപയുമായിരുന്നു. 2021 ഫെബ്രുവരിയിൽ ക്രൂഡ് ഓയിലിന്റെ വില നേർപകുതിയായി 15 രൂപയോളമായി കുറഞ്ഞു. അപ്പോഴും ക്രൂഡ് ഓയിൽ വിലയുടെ 5 ഇരട്ടിയായ 73 രൂപയോളമാണ് പെട്രോളിന്റെ വിലയായി നമുക്ക് കൊടുക്കേണ്ടി വന്നിരുന്നത്. എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിടിയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ പ്രതിഫലിക്കാത്തത്? പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതിയാണെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കേരളം എതിർക്കുന്നത് കൊണ്ടാണെന്നും പല സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. വോക്സ് പോപ്പുലിയുടെ പ്രേക്ഷകരിൽ ചിലർ ആശയ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് പങ്കുവച്ച സന്ദേശങ്ങളിൽ ഒന്നാണ് ഇത്. ഈ ആരോപണങ്ങൾ വസ്തുനിഷ്ഠമാണോ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? പെട്രോൾ ഡീസൽ വിലവർധനനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ അഡ്വക്കേറ്റ് അഷ്കർ ഖാദർ. വോക്സ് പോപ്പുലിയിലേക്ക് സ്വാഗതം. Vox Populi, Voice of People, a legal empowerment initiative. പെട്രോൾ ഉൽപാദനത്തിന് രാജ്യം 80%-ലധികവും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെയാണ്. അപ്പോൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ രാജ്യത്ത് ഇന്ധന വിലയിലും പ്രതിഫലിക്കും. അങ്ങനെയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ ഇന്ധന വില കൂടുന്നത് പോലെ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇന്ധന വില കുറയുകയും വേണമല്ലോ. എന്നാൽ കോവിഡിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വില നേർപകുതിയായി ഇടിഞ്ഞപ്പോഴും രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയെ പോലെ തന്നെ പെട്രോൾ ഉൽപാദനത്തിന് വിദേശ ഇറക്കുമതി ആശ്രയിക്കുന്ന അയൽ രാജ്യങ്ങളിൽ ഇന്ത്യയേക്കാൾ പെട്രോൾ വില കുറവാണ്. എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനാണ് നാം ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ പെട്രോളിന്റെ വില നിശ്ചയിക്കുന്നത് ആരാണ്? രാജ്യത്ത് വിപണനം ചെയ്യുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം 2014 ഒക്ടോബർ മുതൽ ഇന്ത്യയിലെ എണ്ണ വിപണന കമ്പനികൾക്കാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എന്നീ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിശ്ചയിക്കുന്നത്. 2017 വരെ 2 ആഴ്ച കൂടുമ്പോഴാണ് ഇന്ധനവില പുതുക്കി നിശ്ചയിച്ചിരുന്നതെങ്കിൽ 2017 ജൂൺ മുതൽ പ്രതിദിനം രാവിലെ 6 മണിക്ക് മുമ്പായാണ് ഓയിൽ കമ്പനികൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില പുതുക്കി നിശ്ചയിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് ഓയിൽ കമ്പനികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിപണി വില. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കണക്കാക്കുന്നത് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $US വിലയാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ ഘടകം വിദേശ നാണയ വിനിമയ നിരക്ക്, അതായത് $ന് ഇന്ത്യൻ രൂപയിലുള്ള മൂല്യം. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ അത് രാജ്യത്ത് ഇന്ധന വില വർധനവിന് ഇടയാക്കും. 3, ഇറക്കുമതി ചുങ്കവും, രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനുണ്ടാകുന്ന ചരക്ക് കൂലി. 4, ശുദ്ധീകരണത്തിനും പ്രോസസ്സിങ്ങിനും വേണ്ടിവരുന്ന ചെലവ്. റിഫൈനറികൾക്കും എണ്ണ വിപണന കമ്പനികൾക്കും ലഭിക്കേണ്ട ലാഭം എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും അടിസ്ഥാന വില ഇന്ത്യൻ ഓയിൽ കമ്പനികൾ നിശ്ചയിക്കുന്നത്. ജൂൺ 15-ാം തീയതി അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $72.05 ആയിരുന്നു. അന്നത്തെ ഡോളർ രൂപ വിനിമയ നിരക്ക് 73 രൂപ 25 പൈസയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ രൂപയിലുള്ള വില 5284 രൂപ 61 പൈസയാണ്. ഒരു ബാരൽ എന്ന് പറയുന്നത് 159 ലിറ്ററാണ്. അപ്പോൾ 1 ലിറ്റർ ക്രൂഡ് ഓയിലിന്റെ രൂപയിലുള്ള വില എന്ന് പറയുന്നത് 33 രൂപ 24 പൈസയാണ്. 1 ലിറ്റർ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് ശുദ്ധീകരിച്ച് പെട്രോളായി വിതരണം ചെയ്യുന്നതിന് എണ്ണ കമ്പനികൾ ഈടാക്കുന്നത് ലിറ്ററിന് 3 രൂപ 70 പൈസയോളമാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുറത്തുവിട്ട ജൂൺ 16-ാം തീയതിയിലെ പെട്രോൾ പ്രൈസ് ബിൽഡപ്പ് പ്രകാരം 1 ലിറ്റർ പെട്രോൾ ഡീലർമാർക്ക് എത്തിച്ചു നൽകുന്നതിന് ചരക്ക് കൂലി എന്ന് പറയുന്നത് 36 പൈസയാണ്. പെട്രോൾ പമ്പുകളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഈ 36 പൈസ.
അത് റിഫൈനറികളും പമ്പുകളും തമ്മിലുള്ള ദൂരമനുസരിച്ച് ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പെട്രോൾ വിലയിൽ വ്യത്യാസം കാണിക്കും. ഉദാഹരണത്തിന് കൊച്ചിയിലേക്കാൾ ലിറ്ററിന് 2 രൂപയോളം കൂടുതലാണ് തിരുവനന്തപുരത്ത്. ഓയിൽ കോർപ്പറേഷന്റെ പ്രൈസ് ബിൽഡപ്പ് പ്രകാരം ജൂൺ 16 ഡൽഹിയിലെ ഒരു ഡീലർക്ക് 1 ലിറ്റർ പെട്രോളിന് ഈടാക്കുന്ന അടിസ്ഥാന വില 37 രൂപ 65 പൈസയാണ്. 1 ലിറ്റർ പെട്രോൾ വിൽക്കുന്നതിന് ഡീലർക്ക് ലഭിക്കുന്ന കമ്മീഷൻ 3 രൂപ 80 പൈസയാണ്. 1 ലിറ്റർ പെട്രോളിന് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് 32 രൂപ 90 പൈസയാണ്. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് ഇന്ധനവിലയുടെ നിശ്ചിത നിരക്ക് എന്ന തരത്തിലല്ല, അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്, ഒരു സ്ഥിര സംഖ്യയാണ്. 32 രൂപ 90 പൈസ ലിറ്ററിന്. അതുകൊണ്ട് തന്നെ പെട്രോളിന്റെ അടിസ്ഥാന വിലയിൽ എത്ര വ്യത്യാസം ഉണ്ടായാലും കേന്ദ്ര സർക്കാരിന്റെ നികുതി നിരക്കിന് അത് ബാധിക്കുകയില്ല. സംസ്ഥാന സർക്കാരുകൾ പെട്രോളിന് മേൽ ഏർപ്പെടുത്തുന്ന നികുതി ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് പെട്രോൾ വിലയിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. പെട്രോളിന്റെ അടിസ്ഥാന വിലയും ഡീലർമാർക്കുള്ള കമ്മീഷനും കേന്ദ്ര സർക്കാരിന്റെ നികുതിയും സംസ്ഥാന സർക്കാരിന്റെ നികുതിയും ഉൾപ്പെടെയാണ് പെട്രോളിന്റെ അന്തിമ വിപണന വില നിശ്ചയിക്കപ്പെടുന്നത്. ഡൽഹി സംസ്ഥാനം പെട്രോളിന് ചുമത്തുന്നത് 30% മൂല്യവർദ്ധിത നികുതിയാണ്. പെട്രോളിന്റെ അടിസ്ഥാന വിലയും ഡീലർമാർക്ക് എത്തിച്ചു നൽകുന്നതിന്റെ ചരക്ക് കൂലിയും ഡീലർമാർക്കുള്ള കമ്മീഷനും കേന്ദ്ര സർക്കാരിന്റെ നികുതിയും ചേർത്തുള്ള സംഖ്യയിന്മേലാണ് സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിക്കുന്ന വിൽപ്പന നികുതി അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി കണക്കാക്കുന്നത്. 1 ലിറ്റർ പെട്രോളിന്റെ അടിസ്ഥാന വില 37 രൂപ 29 പൈസയായിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് 32 രൂപ 90 പൈസയും ഡൽഹി സർക്കാരിന് 22 രൂപ 32 പൈസയും നികുതിയായി ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി കൂടി ചേർത്ത് ഡൽഹിയിൽ ജൂൺ 16 റീറ്റെയിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 97 രൂപ 65 പൈസയാണ്. ഡൽഹിയിലെ അതേ ചരക്ക് കൂലി അനുസരിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജൂൺ 16 നിശ്ചയിച്ച പെട്രോളിന്റെ അടിസ്ഥാന വില പ്രകാരം കേരളത്തിലെ റീറ്റെയിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരുന്നിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം 1 ലിറ്റർ പെട്രോളിന്മേൽ 30.08% വിൽപ്പന നികുതിയും ലിറ്ററിന് 1 രൂപ അധിക വിൽപ്പന നികുതിയും ആകെ വിൽപ്പന നികുതിയുടെ 1% സെസ്സുമാണ് ഈടാക്കുന്നത്. 30.08% വിൽപ്പന നികുതി 22 രൂപ 36 പൈസയും 1 രൂപ അധിക വിൽപ്പന നികുതിയും ആകെ വിൽപ്പന നികുതിയുടെ 1%-മായി 23 പൈസ സെസ്സും ഉൾപ്പെടെ 23 രൂപ 60 പൈസയാണ് 1 ലിറ്റർ പെട്രോളിന് ജൂൺ 16 അടിസ്ഥാന വില പ്രകാരം കേരളത്തിന് ലഭിക്കുന്ന നികുതി. 1 ലിറ്റർ പെട്രോളിന്മേൽ കേന്ദ്ര സർക്കാരിന് 32 രൂപ 90 പൈസ നികുതി ലഭിക്കുമ്പോൾ കേരള സർക്കാരിന് ലഭിക്കുന്നത് 23 രൂപ 60 പൈസയാണ്. അതുപ്രകാരം കേരളത്തിൽ പെട്രോളിന്റെ റീറ്റെയിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 97 രൂപ 95 പൈസയാണ്. ഡൽഹിയിലേക്കാൾ 1 രൂപ 28 പൈസ ലിറ്ററിന് വില കൂടുതലാണ് കേരളത്തിൽ. സംസ്ഥാനങ്ങൾ ചുമത്തുന്ന നികുതി നിരക്ക് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. നികുതി നിരക്ക് അനുസരിച്ചുള്ള പട്ടികയിൽ കേരളത്തിന് 11ാം സ്ഥാനമാണുള്ളത്. 1 ലിറ്റർ പെട്രോളിന്റെ വില നിർണ്ണയ ഘടന നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. അന്തിമ വിപണന വിലയുടെ 38.44% മാത്രമാണ് അടിസ്ഥാന വില. ഡീലർമാർക്കുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് 3.88% മാത്രമാണ്. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് 33.59%. സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന നികുതി 24.09%. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആകെ നികുതി എന്ന് പറയുന്നത് പെട്രോളിന്റെ അടിസ്ഥാന വിലയുടെ 1.5 ഇരട്ടിയാണ്. ഉപഭോക്താവിന്റെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അധിക നികുതി ഭാരം കൊണ്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴും രാജ്യത്തെ ഇന്ധന വിലയിൽ അത് പ്രതിഫലിക്കാത്തത്. 1 ലിറ്റർ പെട്രോളിന് കേന്ദ്രം ചുമത്തുന്ന 32 രൂപ 90 പൈസ നികുതിയുടെ 42% ലഭിക്കുന്നത് കേരളത്തിനാണ്. കേന്ദ്രത്തിന് 1 ലിറ്റർ പെട്രോളിൽ നിന്ന് ലഭിക്കുന്നത് 19 രൂപ 8 പൈസ മാത്രമാണ്. കേന്ദ്രത്തിന്റെ നികുതി വരുമാനത്തിൽ നിന്നും 42% സംസ്ഥാനങ്ങൾക്ക് നൽകാൻ തുടങ്ങിയത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് 32% മാത്രമായിരുന്നു. ഇതാണ് ഇന്ധനവില വർധനവിനെ പ്രതിരോധിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങളിലെ ഒരു പ്രധാന വാദം. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ നികുതി വരുമാനം പങ്കുവെക്കുന്നത് സംബന്ധിച്ച നിയമവ്യവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 12ാം ഭാഗത്തിലെ 1ാം അധ്യായത്തിലെ 268 മുതൽ 281 വരെ ആർട്ടിക്കിളുകളാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നികുതി വരുമാന വിതരണം വ്യവസ്ഥ ചെയ്യുന്നത്. യൂണിയൻ ലിസ്റ്റിൽ പരാമർശിക്കുന്ന യൂണിയൻ ലിസ്റ്റ് എന്നാൽ പാർലമെന്റിന് മാത്രം നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള വിഷയങ്ങളുടെ ലിസ്റ്റാണ്. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ചും പാർലമെന്റിന്റെയും നിയമസഭകളുടെയും നിയമനിർമ്മാണാധികാരത്തെയും കുറിച്ച് ചെയ്തിട്ടുള്ള പ്രത്യേക വീഡിയോ കാണുക. യൂണിയൻ ലിസ്റ്റിൽ പരാമർശിക്കുന്ന എല്ലാ നികുതികളും തീരുവകളും കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്തതിന് ശേഷം
ഫൈനാൻസ് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് നിർണയിക്കുന്ന തോതിൽ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആർട്ടിക്കിൾ 270 വ്യവസ്ഥ ചെയ്യും. അതുപ്രകാരം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര നികുതി വരുമാനത്തിന്റെ എത്ര ശതമാനമാണോ അത്രയും തുക കേന്ദ്രത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് വകയിരുത്താൻ പാടില്ല എന്ന് നിരോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആർട്ടിക്കിൾ 271 പാർലമെന്റിന് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നിലവിലുള്ള ഏതെങ്കിലും നികുതിയോ തീരുവയോ സർചാർജുകൾ വഴിയോ സെസ്സുകൾ വഴിയോ വർദ്ധിപ്പിക്കുന്നതിനും ആ തുക പൂർണ്ണമായും കേന്ദ്രത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് വകയിരുത്തുന്നതിനും അനുവാദം നൽകുന്നു. ആർട്ടിക്കിൾ 271 പ്രകാരം ഏർപ്പെടുത്തുന്ന സർചാർജുകളും സെസ്സുകളും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നതിൽ നിന്നും ആർട്ടിക്കിൾ 270 ഒഴിവാക്കുകയും ചെയ്യുന്നു. അതായത് കേന്ദ്ര സർക്കാരിന് സർചാർജുകളും സെസ്സുകളും വഴി ലഭിക്കുന്ന നികുതി വരുമാനം സംസ്ഥാന സർക്കാരുകളുമായി പങ്കുവെക്കേണ്ടതില്ല എന്ന് ചുരുക്കം. ഇനി നമുക്ക് 1 ലിറ്റർ പെട്രോളിന്മേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയുടെ ഘടനയും അതിൽ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട നികുതി എത്രയെന്നും ഒന്ന് പരിശോധിക്കാം. 1 ലിറ്റർ പെട്രോളിന് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് 32 രൂപ 90 പൈസയാണ്. അതിൽ 1 രൂപ 40 പൈസ മാത്രമാണ് അടിസ്ഥാന എക്സൈസ് തീരുവ. 11 രൂപ എന്ന് പറയുന്നത് പ്രത്യേക അധിക എക്സൈസ് തീരുവയാണ്, അതായത് അതൊരു സർചാർജാണ്. 2 രൂപ 50 പൈസ എന്ന് പറയുന്നത് കാർഷിക പശ്ചാത്തല സൗകര്യ വികസന സെസ്സാണ്. 18 രൂപ എന്ന് പറയുന്നത് റോഡ് പശ്ചാത്തല വികസന സെസ്സാണ്. അപ്പോൾ 1 ലിറ്റർ പെട്രോളിന്മേലുള്ള കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ആകെ നികുതിയായ 32 രൂപ 90 പൈസയിൽ 1 രൂപ 40 പൈസ മാത്രമാണ് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതുള്ളൂ. നിലവിൽ സർചാർജുകളും സെസ്സുകളും ഒഴികെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 41% സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടത്. 1 ലിറ്റർ പെട്രോളിന്റെ അടിസ്ഥാന എക്സൈസ് തീരുവയായ 1 രൂപ 40 പൈസയുടെ 41% എന്ന് പറയുന്നത് വെറും 57 പൈസയാണ്. 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ കേന്ദ്ര നികുതിയിൽ നിന്നും കേന്ദ്രത്തിന് ലഭിക്കുന്നത് 32 രൂപ 33 പൈസയും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് 57 പൈസയുമാണ്. ഇനി നമുക്ക് ഡീസലിന്റെ കാര്യം എടുക്കാം. ജൂൺ 16 ഡീസലിന്റെ പ്രൈസ് ബിൽഡപ്പ് ഒന്ന് പരിശോധിക്കാം. 39 രൂപ 90 പൈസയാണ് ഡീസലിന്റെ അടിസ്ഥാന വില നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഡീലർമാർക്ക് എത്തിച്ചു നൽകുന്നതിനുള്ള ചരക്ക് കൂലി എന്ന് പറയുന്നത് 33 പൈസയാണ്. 1 ലിറ്റർ ഡീസൽ വിൽക്കുന്നതിന് ഡീലർമാർക്ക് ലഭിക്കുന്ന കമ്മീഷൻ 2 രൂപ 59 പൈസയാണ്. 1 ലിറ്റർ ഡീസലിന്മേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് 31 രൂപ 80 പൈസയാണ്. 1 ലിറ്റർ ഡീസലിന്മേൽ കേരളം 22.76% വിൽപ്പന നികുതിയും ലിറ്ററിന് 1 രൂപ അധിക വിൽപ്പന നികുതിയും ആകെ വിൽപ്പന നികുതിയുടെ 1% സെസ്സുമാണ് ഈടാക്കുന്നത്. 16 രൂപ 98 പൈസയാണ് കേരളം ചുമത്തുന്ന 22.76% വിൽപ്പന നികുതി. 1 രൂപ അധിക വിൽപ്പന നികുതിയും 18 പൈസ സെസ്സും ചേർത്ത് 18 രൂപ 16 പൈസയാണ് 1 ലിറ്റർ ഡീസലിന് കേരളത്തിന് ലഭിക്കുന്ന നികുതി. 1 ലിറ്റർ ഡീസലിന് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന 31 രൂപ 80 പൈസയുടെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. 1 രൂപ 80 പൈസ മാത്രമാണ് അടിസ്ഥാന എക്സൈസ് തീരുവ. 8 രൂപ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് തീരുവയാണ്, ഇതൊരു സർചാർജാണ്. 4 രൂപ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ്സാണ്. 18 രൂപ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്സാണ്. ഇതിൽ സംസ്ഥാനങ്ങളുമായി കേന്ദ്രത്തിന് പങ്കുവയ്ക്കേണ്ടത് അടിസ്ഥാന എക്സൈസ് തീരുവയായ 1 രൂപ 80 പൈസയുടെ 41% മാത്രമാണ്. ഡീസൽ വിലയിൽ ചുമത്തുന്ന കേന്ദ്ര നികുതിയിൽ നിന്ന് കേന്ദ്രത്തിന് 31 രൂപ 6 പൈസ ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് 74 പൈസ മാത്രമാണ്. കേന്ദ്ര നികുതിയിൽ നിന്നും 1 ലിറ്റർ പെട്രോളിന് കേന്ദ്രത്തിന് ലഭിക്കുന്നതിന്റെ 1.28% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത്. 1 ലിറ്റർ ഡീസലിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ 2.38% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തങ്ങളുടെ നികുതി വരുമാനത്തിന്റെ 32% മാത്രമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നത്. അത് 42% ഉയർത്തി നൽകിയത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ഇതാണ് മറ്റൊരു വാദം. ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം. ഭരണഘടനയുടെ 280 ആർട്ടിക്കിൾ പ്രകാരം നിയമിക്കപ്പെടുന്ന ഫൈനാൻസ് കമ്മീഷനാണ് ഓരോ 5 വർഷവും ആർട്ടിക്കിൾ 270 പ്രകാരം കേന്ദ്രം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട നികുതിയുടെ വിഹിതം നിശ്ചയിക്കുന്നത്. ഫൈനാൻസ് കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയും അധികാരങ്ങളും നടപടിക്രമവും നിശ്ചയിക്കുന്നത് 1951 ഫൈനാൻസ് കമ്മീഷൻ ആക്ടാണ്. ഡോക്ടർ YV റെഡ്ഡി ചെയർമാനായുള്ള 14ാം ധനകാര്യ കമ്മീഷനാണ് 2015 ഏപ്രിൽ 1 മുതൽ 5 വർഷക്കാലത്തേക്ക് കേന്ദ്ര നികുതിയിൽ നിന്നുള്ള സംസ്ഥാന വിഹിതം 42% ഉയർത്താൻ ശുപാർശ ചെയ്തത്.
2013 ജനുവരിയിൽ നിയമിക്കപ്പെട്ട 14ാം ധനകാര്യ കമ്മീഷൻ തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2014 ഡിസംബറിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് 2014 മെയ് മാസത്തിലാണ്. 497 പേജുള്ള 14ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ 8ാം അധ്യായത്തിലാണ് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട കേന്ദ്ര നികുതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. റിപ്പോർട്ടിൽ 2014 സെപ്റ്റംബറിൽ കേന്ദ്ര ധനമന്ത്രാലയം നിലവിലുള്ള സംസ്ഥാന വിഹിതം തന്നെ തുടരണമെന്നും 42% സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് വാദിച്ചുകൊണ്ട് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫൈനാൻസ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ വാദം തള്ളിക്കൊണ്ട് സംസ്ഥാന വിഹിതം 42% വർദ്ധിപ്പിക്കുവാൻ ശുപാർശ ചെയ്യുകയായിരുന്നു. 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ 270 പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 42% ഉയർത്തി നൽകാൻ മോദി സർക്കാർ നിർബന്ധിതരായി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. 2017 നവംബറിൽ നിയമിക്കപ്പെട്ട 15ാം ധനകാര്യ കമ്മീഷനാണ് 2020 ഏപ്രിൽ മുതൽ 5 വർഷക്കാലത്തേക്കുള്ള സംസ്ഥാന വിഹിതം പുതുക്കി നിശ്ചയിച്ചത്. 15ാം ധനകാര്യ കമ്മീഷൻ മുമ്പാകെ കേന്ദ്ര സർക്കാർ സംസ്ഥാന വിഹിതം 42% നിന്നും കുറയ്ക്കണമെന്നും 14ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 42% ഉയർത്തിയത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു എന്ന് വാദിച്ചതായി 15ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലും കാണാം. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്മേൽ കേന്ദ്രം ചുമത്തിയിരുന്ന നികുതി 9 രൂപ 48 പൈസയായിരുന്നു. 1 ലിറ്റർ ഡീസലിന്മേൽ കേന്ദ്രം ചുമത്തിയിരുന്ന നികുതി 3 രൂപ 57 പൈസ. പെട്രോളിനുമേൽ ചുമത്തിയിരുന്ന കേന്ദ്ര നികുതി മോദി സർക്കാർ ഈ 7 വർഷക്കാലത്തിനുള്ളിൽ 250% വർദ്ധിപ്പിച്ച് 32 രൂപ 90 പൈസയാക്കി. ഡീസലിന്മേൽ ചുമത്തിയിരുന്ന കേന്ദ്ര നികുതി ഏകദേശം 800% വർദ്ധിപ്പിച്ച് 31 രൂപ 80 പൈസയാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 15 രൂപയിൽ താഴെയായി കുറഞ്ഞു നിൽക്കുന്ന സമയത്ത്, കോവിഡിന്റെ പിടിയിൽ ജനം വരുമാനമില്ലാതെ നട്ടം തിരിയുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ 2020 മെയ് 5-ാം തീയതി പെട്രോളിന് 10 രൂപ വീതവും ഡീസലിന് 13 രൂപയായും വില വർദ്ധിപ്പിച്ചു. 2ാം UPA സർക്കാർ അധികാരമൊഴിയുന്ന സമയത്ത് 1 ലിറ്റർ പെട്രോളിന് ചുമത്തിയിരുന്ന കേന്ദ്ര നികുതിയായ 9 രൂപ 48 പൈസയുടെ 67%, ഏതാണ്ട് 6 രൂപ 57 പൈസയും സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കേണ്ട നികുതിയായിരുന്നു. മോദി സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന നികുതി 1 രൂപ 40 പൈസയാക്കി കുറക്കുകയും എന്നാൽ ആകെ കേന്ദ്ര നികുതി 250%-ഓളം വർദ്ധിപ്പിച്ച് 32 രൂപ 90 പൈസയാക്കുകയും ചെയ്തു. കേന്ദ്ര നികുതിയിൽ നിന്നും കേന്ദ്രത്തിന് ലഭിക്കുന്നതിന്റെ 1.75% 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത്. കേന്ദ്ര നികുതിയുടെ 32% മാത്രം സംസ്ഥാന വിഹിതമായിരുന്നപ്പോൾ ആകെ കേന്ദ്ര നികുതിയായ 9 രൂപ 48 പൈസയിൽ നിന്നും 1 ലിറ്റർ പെട്രോളിന് സംസ്ഥാനങ്ങൾക്ക് 2 രൂപ 3 പൈസ ലഭിച്ചിരുന്നപ്പോൾ സംസ്ഥാന വിഹിതം 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് 42% വർദ്ധിപ്പിച്ചതിനു ശേഷം 1 ലിറ്റർ പെട്രോളിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 57 പൈസ മാത്രമാണ്. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിന് വലിയ ഇടിവുണ്ടാക്കുന്ന തരത്തിൽ കേന്ദ്ര നികുതി ഘടനയിൽ നിന്നും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ട നികുതി കുറയ്ക്കുകയും എന്നാൽ സർചാർജുകളും സെസ്സുകളും വഴി നികുതി ഭാരം വർദ്ധിപ്പിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. പെട്രോൾ ഡീസൽ വിലയുടെ കാര്യത്തിൽ നിലവിലുള്ള കേന്ദ്ര സർക്കാരിനെ വിലയിരുത്തുമ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെയും വിലയിരുത്തണമല്ലോ. കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി മന്ത്രിസഭ ആദ്യമായി അധികാരത്തിൽ വരുന്നത് 2016 മെയ് മാസത്തിലാണ്. പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിനുണ്ടായിരുന്ന സംസ്ഥാന നികുതി നിരക്ക് എന്ന് പറയുന്നത് 31.8% വിൽപ്പന നികുതിയായിരുന്നു. ഡീസലിനാകട്ടെ 24.52%. നിലവിലുണ്ടായിരുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പന നികുതി പിണറായി സർക്കാർ പരിഷ്കരിച്ചത് ഒരു തവണ മാത്രമാണ്. ഇത് 2018 ജൂണിലാണ്. കേന്ദ്ര സർക്കാർ നികുതി കൂട്ടിയതിനെ തുടർന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചപ്പോൾ ഉപഭോക്താവിന് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ലിറ്ററിന് 1 രൂപ കുറവ് കിട്ടുന്ന തരത്തിൽ നിലവിലുണ്ടായിരുന്ന സംസ്ഥാന നികുതി 31.8% നിന്നും 30.08% കുറയ്ക്കുകയും ഡീസലിന്റെ 24.52% നിന്നും 22.76% കുറയ്ക്കുകയുമാണ് ചെയ്തത്. A little bit streaky off the outside edge, but raced away. And no one's been able to today. Warner squeezes it for a single.
And that is 100 to savour for David Warner. His first in international T20 cricket, and he is pumped. That's a tremendous innings, but a vital innings for David Warner. I know it's a T20 game, but I think that's going to springboard his summer. He needed that today, he really did, and it was a little bit slow early, but what a tremendous innings.